ബിഗ് ബോസിൽ ഇപ്പോൾ ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ പൊട്ടലും ചീറ്റലുകളും ഒക്കെ വളരെയധികം കുറവാണ്. കോണ്ടന്റ്സ് ഉണ്ടാക്കാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് എല്ലാവരും, എങ്കിൽ പോലും അത് വർക്കൗട്ട് ആവുന്നില്ല. പലപ്പോഴും പല കോണ്ടന്റ്സും ഒരു വഴക്കിന്റെ വക്കിലേക്ക് എത്തുമെങ്കിൽ പോലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാതെ അവരവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നത് തന്നെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഫാമിലി വീക്ക് ആയതുകൊണ്ട് തന്നെ ആരുടെയൊക്കെ എങ്കിലും പേരൻസുകൾ ആ വീട്ടിലുണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊരു പരിധിക്കപ്പുറം ആ ഒരു വഴക്കിനെ നോർമൽ ഒരു കോണ്ടന്റ് മേക്കിങ്ങിലേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഒരു മഴവില്ല് സെറ്റപ്പിലാണ് ഇപ്പോൾ ബിഗ് ബോസ് പൊക്കോണ്ടിരിക്കുന്നത്. രാവിലെ എണീക്കുമ്പോൾ മുതൽ എല്ലാ മത്സരാർത്ഥികളും ഓരോരോ മൂലയ്ക്ക് പോയിരുന്ന് അവരുടെ ഫാമിലി വരുന്നതിനെ പറ്റിയിട്ടുള്ള എക്സ്പെക്ടേഷൻസും അതിനെ പറ്റിയിട്ടുള്ള ചർച്ചകളും തന്നെയാണ് ഏറ്റവും കൂടുതലായിട്ട് കാണാനുള്ളത്. ലൈവ് ഒക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡ്രൈ ആണ്, ഒന്നും തന്നെ കാണാനില്ല. അപ്പൊ ലൈവ് മാക്സിമം കാണാതെ എപ്പിസോഡ് മാത്രം കണ്ടിട്ടാണ് ഇപ്പോൾ റിവ്യൂ ഒക്കെ ചെയ്തു വരുന്നത്. അപ്പൊ ഫാമിലിയെ കാത്തുള്ള ആ ഒരു എക്സ്പെക്ടേഷൻസിൽ ആരായിരിക്കും വരാൻ പോകുന്നത്, ആരുടെ ഫാമിലീസ് ആയിരിക്കും ഇന്നുണ്ടാവുക, ആരൊക്കെയായിരിക്കും, എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോണേ, എങ്ങനെയൊക്കെ ആയിരിക്കും വരാൻ പോകുന്നത്, ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് മാത്രം ഒതുങ്ങിക്കൊണ്ടിട്ടാണ് ഇപ്പോഴുള്ള എപ്പിസോഡുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാര്യമായിട്ടുള്ള ഒന്നും തന്നെ എപ്പിസോഡുകൾ ഇല്ല എന്ന് തന്നെ പറയാം. ആ ഒരു കുറച്ച് പ്ലസന്റ് ആയിട്ടുള്ള മൊമെന്റ്സുകളുണ്ട്. നല്ല രീതിയിൽ എല്ലാവർക്കും അവരെ സംബന്ധിച്ച് ഇത്രയും 67 ദിവസമായിട്ട് ആ വീടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നവർക്കൊക്കെ ഒരു ചെറിയൊരു റിലീഫ് കിട്ടുന്നുണ്ട്. ചില ആത്മാർത്ഥമായിട്ടുള്ള ചില ഹഗ്ഗുകൾ കിട്ടുന്നുണ്ട്. ആ ഒരു ആത്മാർത്ഥമായുള്ള ചേർത്ത് പഠിക്കലിൽ നിന്നും പലരുടെയും ആ ഒരു സ്ട്രെസ്സൊക്കെ റിലീഫ് ആവുന്ന പോലെ അവർ പലപ്പോഴും സംസാരിക്കുന്നുണ്ട്. അത്തരത്തിൽ പ്രേക്ഷകർക്ക് ഒരു കണ്ടന്റുകൾ കിട്ടുന്നില്ല എന്നുള്ളൂ. ആ വീട്ടിലുള്ളവർക്ക് കുറച്ച് എൻജോയ് ചെയ്തു പോകാൻ പറ്റുന്ന മൊമെന്റ്സ് തന്നെയാണ് ഇത്. ബിഗ് ബോസ് മലയാളം സീസൺ 6 എപ്പിസോഡ് 67 ആണ്. 66ാമത്തെ ദിവസമാണ് ആ വീട്ടില്. ഇപ്പൊ നിലവിൽ 13 മത്സരാർത്ഥികളാണ് വീട്ടിലുള്ളത്. എപ്പിസോഡിന്റെ ആദ്യം തന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ആളുകൾ ഒരു സൈഡിലിരുന്ന് ഇന്ന ആളുകൾ വരുമായിരിക്കും എന്ന് പറയുന്നു. സായിയുടെ ആ സ്ഥിരമായിട്ടുള്ള അയ്യോ എൻ്റെ അച്ഛൻ വരല്ലേ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡിസ്കഷൻ തന്നെയാണ് ഗോയിങ് ആയിട്ടുള്ളത്. അപ്പം സായി പറയുന്ന ആ ഒരു റീസൺ വെച്ചിട്ട് പലതരത്തിലുള്ള പ്രഡിക്ഷൻസ് ആണ് പുറത്ത് വ്യൂവേഴ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കമന്റ് ബോക്സുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് സായി എന്തുകൊണ്ടായിരിക്കും അച്ഛനെ വരണ്ട എന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പലതരത്തിലുള്ള ഡിസ്കഷൻസും റൂമേഴ്സൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. രസകരമായ ചില കമന്റുകളൊക്കെ കാണുന്നുണ്ട്. അപ്പൊ സായി അത്രത്തോളം സ്നേഹം വന്നാലും അമ്മ വന്നാലും കുഴപ്പമില്ല, അച്ഛൻ വരരുത് എന്നതാണ് സായി റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു ഭാഗങ്ങളൊക്കെ തന്നെയാണ് ആദ്യം തുടക്കത്തിലേ കാണിക്കുന്നത്. അത്തരത്തിലുള്ള പലരുടെയും പല ഡിസ്കഷൻസ് തന്നെ കാണിക്കുന്നു. അതിനുശേഷം നന്ദനയുടെ ഫാമിലിയാണ് ആദ്യം ഇന്നലത്തെ എപ്പിസോഡിൽ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം നന്ദനയുടെ ഫാമിലി, നന്ദന ക്യാപ്റ്റൻ ആയതുകൊണ്ട് തന്നെ സ്റ്റോർ റൂമിലേക്കുള്ള ബെല്ലടിക്കുകയും, അപ്പൊ സ്റ്റോർ റൂമിലേക്ക് ക്യാപ്റ്റൻ ആണല്ലോ ചെല്ലാറുള്ളത് എന്താണ് എന്നുള്ളത് അറിയാൻ. അപ്പൊ ചെല്ലുന്ന സമയത്തുള്ള ഒരു നല്ലൊരു മൊമെന്റ് പ്രൊമോയിലൊക്കെ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട ഒരു സീൻ തന്നെയായിരുന്നു. കാരണം നന്ദനയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒരു എക്സ്പ്രഷൻ ഭയങ്കര ഞെട്ടിയിട്ടുള്ള, ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത തരത്തില് പെട്ടെന്നുണ്ടായ ആ ഒരു ഇതിലുള്ള ഒരു എക്സ്പ്രഷൻ ഒക്കെ നന്ദനയുടെ ഭാഗത്ത് നിന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ഫാമിലി വന്ന ആ ഒരു നല്ല മൊമെന്റ്സ് ആയിരുന്നു. പ്രേക്ഷകർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള മൊമെന്റുകളൊക്കെ തന്നെയായിരുന്നു. അപ്പൊ നന്ദനയുടെ ഫാമിലി വരുന്നു, കുറച്ച് എല്ലാവർക്കും ആ ഒരു ആത്മാർത്ഥമായ ചില വാക്കുകളൊക്കെ അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമ്പോൾ തന്നെ അവിടെ ഉള്ളവർക്കും മത്സരാർത്ഥികൾക്കും അത് വലിയൊരു റിലീഫ് ആവുകയാണ്. പിന്നെ ജിൻഡോയുടെ ഫാമിലി വന്നിട്ടുണ്ടായിരുന്നു. ജിൻഡോയുടെ ഫാമിലി കൺഫെഷൻ റൂം വഴിയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ പലരും ആ വീട്ടിലേക്ക് വരുന്ന രീതികൾ പലതാണ്. പല വഴിയിൽ കൂടെ പല തരത്തിൽ സർപ്രൈസസ് ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. അപ്പം കൺഫെഷൻ റൂമിൽ വന്നിരുന്നു കൊണ്ട് ലിവിംഗ് റൂമിലുള്ള സ്ക്രീനിൽ അത് അവരവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ട് തന്നെയാണ് ആ വീട്ടിലേക്ക് അവർ കയറി വരുന്നത്. അപ്പം ജിൻഡോയുടെ ഫാമിലി വരുന്ന സമയത്തും എല്ലാവർക്കും വളരെയധികം സന്തോഷമാണ്. അപ്പം ജിൻഡോയുടെ പാരൻസിന് കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പ്രത്യേകിച്ച് അമ്മയ്ക്ക്. അപ്പോൾ ആ കാര്യങ്ങളെ പറ്റിയൊക്കെ സംസാരിച്ച് കുറച്ച് ഇമോഷണലായി പോകുന്നുണ്ടെങ്കിൽ പോലും ഒരു നാടൻ പാട്ടൊക്കെ ജിൻഡോയുടെ അച്ഛൻ പാടിക്കൊണ്ട് ആ ഒരു മൊമെന്റ് കുറച്ചും കൂടെ ഫൺ ആക്കാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ജിൻഡോയെ പറ്റിയിട്ട് പൊതുവെ കമന്റ് ബോക്സുകളിലൊക്കെ കാണുന്ന ഒരു ഇതെന്ന് പറയുന്നത് ആൽഫ മെയിൽ എന്ന് പറഞ്ഞിട്ടാണ്. പല സിറ്റുവേഷൻസും എടുത്ത് കാണിച്ചുകൊണ്ട്, പല ക്ലിപ്പിംഗ്സും എടുത്ത് കാണിച്ചുകൊണ്ട് ആൽഫ മെയിൽ എന്ന് പറഞ്ഞിട്ടാണ് ജിൻഡോയുടെ പറയുന്നത്. ഈ ആൽഫ മെയിലിന്റെ ചില ബ്ലഷിംഗ് മൊമെന്റ്സ് ഒക്കെ ഇന്നലത്തെ എപ്പിസോഡ്
എപ്പിസോഡിൽ കാണാൻ പറ്റുന്നുണ്ടായി. ജിൻഡോയുടെ ഏതൊരു ഫ്രണ്ടിനെ പറ്റിയിട്ട് അവരുടെ ഫാമിലിയിൽ നിന്ന് സംസാരിക്കുന്ന സമയത്തൊക്കെ ജിൻഡോയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു റെസ്പോൺസിലൊക്കെ ഭയങ്കരമായ ഒരു ബ്ലഷിംഗ് ആയിട്ടുള്ള ഒരു ക്യൂട്ട് മൊമെന്റ്സ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെയൊക്കെ ഇടയിലും ജിൻഡോയും ജാസ്മിനും കൂടെ വീണ്ടും ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ എപ്പിസോഡിൽ ഉണ്ടായ ഒരു സംഭവമായിരിക്കണം ജാസ്മിന്റെ ഫാമിലിയെ പറ്റിയിട്ട് ജിൻഡോ എന്തോ പറഞ്ഞു എന്നതാണ് ജാസ്മിൻ അവിടെ പറയുന്നത്. അപ്പൊ ജാസ്മിന്റെ ഫാദറിനെ സംബന്ധിച്ചിട്ടുള്ള എന്തോ ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആ ഒരു കാര്യം അപ്സരയോട് ജിൻഡോ പറഞ്ഞു എന്നും ആ ഒരു സംഭവം അതിനെ പറ്റിയിട്ട് ഇപ്പൊ കിട്ടിയ ഗ്യാപ്പിൽ അത് പറയാണ് എന്ന് പറഞ്ഞിട്ടാണ് ജാസ്മിൻ അത് പറയുന്നത്. എന്നെ എന്തോ പറഞ്ഞാലും എന്റെ ഫാമിലിയെ പറയാൻ പാടില്ല എന്നുള്ള ഒരു താക്കീത് കൊടുത്ത് അത് ഒരു വഴക്കിലേക്ക് വരികയും പിന്നെ പെട്ടെന്ന് നന്ദന വന്നിട്ട് അമ്മയൊക്കെ വന്നിട്ടുള്ളതല്ലേ പ്ലീസ് ഇത് വഴക്കുണ്ടാക്കല്ലേ എന്ന് പറഞ്ഞ് ആ ഒരു ഇതിലേക്ക് അങ്ങോട്ട് ഒതുങ്ങി പോവുകയും ചെയ്ത ഒരു കോണ്ടന്റ് ഉണ്ടാക്കാനായിട്ടും അതിന്റെ ഇടയിൽ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പൊതുവെ ഇപ്പൊ മത്സരാർത്ഥികളുടെ ഭാഗത്തു നിന്ന് അവരുടെ പാരന്റ്സ് വരുന്ന സമയത്ത് കണ്ടുവരുന്ന ഒരു ഇതെന്ന് പറയുന്നത് അവരുടെ മൊത്തത്തിലുള്ള ഗെയിമിനെ പറ്റിയിട്ടുള്ള ചെറിയ രീതിയിലുള്ള ഒരു അനാലിസിസോ എന്തെങ്കിലും ക്ലൂ ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം അത്തരത്തിലും ഭയങ്കരമായിട്ട് പോസിറ്റീവായിട്ട് സംസാരിക്കുന്ന ചില ആളുകളുമുണ്ട്. അപ്പൊ ജിൻഡോയുടെ ഒക്കെ അമ്മ ഭയങ്കര പോസിറ്റീവായിട്ടാണ് തന്നെ ജിൻഡോയോട് പറഞ്ഞു കൊടുക്കുന്നത്. നിലവിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്ന രീതി വളരെ കറക്റ്റ് ആണ്, ഇങ്ങനെ തന്നെ പോട്ടെ, ഒറ്റയ്ക്ക് നിന്ന് കളിക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക എന്ന തരത്തിലുള്ള ക്ലൂകളാണ് ജിൻഡോയോട് അമ്മ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്തും ജിൻഡോയുടെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ അത് സെയിം ആയിരിക്കണം എന്നില്ല. അപ്പം എല്ലാവരും ഒരേപോലെ ആ ഒരു കപ്പടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ വന്നിരിക്കുന്നവരാണ്. അപ്പം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്ന പല കാര്യങ്ങളും മനസ്സിലേക്ക് എടുക്കണ്ട, അത് ഗെയിമായിട്ട് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ജിൻഡോയോട് ചില കാര്യങ്ങളൊക്കെ ചില അഡ്വൈസസ് ഒക്കെ അമ്മ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഇതൊക്കെ കാണുന്ന സമയത്ത് അവർ അത്രത്തോളം ഈ ഗെയിമിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുകയാണ്. പ്രേക്ഷകർക്ക് പലപ്പോഴും ഗെയിമിനെ, ബിഗ് ബോസ് എന്ന ഗെയിമിനെ മനസ്സിലാക്കാതിരിക്കുകയും അതിൽ പലരോടുള്ള വ്യക്തി താല്പര്യങ്ങൾ കൊണ്ട് മറ്റു പലരോടുള്ള ദേഷ്യവും വാശിയും വെറുപ്പും അധികമായിട്ട് വരികയും അവരെ വല്ലാണ്ട് ഡിഗ്രേഡ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്ന പല പ്രേക്ഷകരും പുറത്തുണ്ട്. പക്ഷെ ഈ ഒരു പ്രേക്ഷകർക്ക് മനസ്സിലാവാത്ത ഈ ബിഗ് ബോസ് ഗെയിം എന്നുള്ളത് ഇവർക്ക് അത്ര വിദ്യാഭ്യാസമോ കാര്യങ്ങളോ തിരിച്ചറിയാനുള്ള കഴിവോ കുറവാണ് എന്നുള്ള തരത്തിലാണ് പറയുന്നതെങ്കിൽ പോലും അവരൊക്കെ ആ ഒരു ഗെയിമിനെ മനസ്സിലാക്കുന്നതും അനാലിസിസ് ചെയ്യുന്നതും ഒക്കെ കാണുമ്പോൾ പുറത്ത് ഉള്ള പ്രേക്ഷകരുടെ ചിലരുടെ ബാലിശമായ കമന്റുകൾക്കൊക്കെ എത്ര മോശമായിട്ടാണ് അവരത് പ്രതികരിക്കുന്നത് എന്ന് തോന്നിപ്പോകുന്ന തരത്തിലുള്ള സംസാരങ്ങളാണ് ഇപ്പൊ നന്ദനയുടെ അമ്മയുടെ ഭാഗത്തു നിന്നാണെങ്കിലും അത്തരത്തിലാണ് നന്ദനയുടെ അമ്മയും പറഞ്ഞിട്ടുള്ളത്. എല്ലാം ഒരു ഗെയിം എന്നുള്ള രീതിയിൽ കണ്ടാൽ മതി, എല്ലാവരും നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് എന്ന് പറയുമ്പം അവർ ആ ഗെയിമിന് അത്രത്തോളം മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാവേണ്ടിയിരുന്നത്. അതിനുശേഷം തലേണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കളിക്കുകയുണ്ടായി. അപ്പൊ ആ ഒരു ടാസ്കിലാണ് ഇന്നലെ എന്തെങ്കിലും ഒരു കോണ്ടന്റ് ആ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളത് എന്ന് തോന്നിപ്പോയി. അപ്പൊ തലേണ മന്ത്രം എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് കൊടുക്കുകയും പഞ്ഞി മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് മാക്സിമം തലേണ വൃത്തിയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ടാസ്ക് ഉണ്ടായിരുന്നത്. ക്വാണ്ടിറ്റിയുടെ അപ്പുറം ക്വാളിറ്റിയിലാണ് കാര്യം എന്ന് ബിഗ് ബോസ് എടുത്തു പറയുമ്പോൾ ജഡ്ജ് ചെയ്യുന്ന ആളുകൾക്കുള്ള ഒരു നിർദ്ദേശം കൂടിയായിരുന്നു അത്. അപ്പൊ ജിൻഡോ ആയിരുന്നു അപ്സരയുടെയും സിജോയുടെയും ആ ഒരു ടീമിലെ ജഡ്ജ് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത് ജിൻഡോ ആയിരുന്നു. അപ്പൊ ജിൻഡോ അത് പറയുന്ന സമയത്ത് അവർ ഏറ്റവും കൂടുതലായിട്ട് തലേണകൾ ഉണ്ടാക്കിയിരുന്നത് സിജോയും അപ്സരയും ചേർന്നിട്ടായിരുന്നു. പക്ഷെ ജിൻഡോ എല്ലാം റിജക്റ്റ് ചെയ്യുകയായിരുന്നു. ഒരു തലേണ പോലും നല്ലതായിട്ടില്ല, എല്ലാം തലേണ പോലെ ഇല്ല, പഞ്ഞി വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ഒരു സമയത്ത് അപ്സര വല്ലാതെ ട്രിഗർ ആവുകയും ഇവർ തമ്മിലുള്ള ഒരു വാക്തർക്കം വല്ലാത്തൊരു വാക്തർക്കത്തിലേക്ക് പോവുകയും പിന്നീട് അത് ആ ഒരു രീതിയിൽ ഗെയിമിന്റെ രീതിയിലായിട്ട് വിടുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു തലേണ മന്ത്രം എന്ന് പറയുന്ന ടാസ്കിൽ അവസാനമായിട്ട് ജയിച്ചിട്ടുണ്ടായിരുന്നത് ജാസ്മിന്റെ ടീമും റസ്മിന്റെ ടീമും തന്നെയായിരുന്നു. അപ്പൊ അവര് ടിക്കറ്റ് ടു ഫിനാലെ എന്ന് പറയുന്ന ആ ഒരു ടാസ്കിലേക്കുള്ള ബോണസ് പോയിന്റുകളാണ് ഈ ഒരു ടാസ്കുകളൊക്കെ വഴി ഇവർ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഒരു രീതിയിൽ അവർക്ക് രണ്ടുപേർക്കുമാണ് പോയിന്റ്സ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ ടോട്ടൽ പോയിന്റ് എത്രയുണ്ടെന്നോ ആരാണ് മുമ്പിൽ എന്നുള്ളതും നിലവിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷം ഒരു സ്പോൺസർ ടാസ്ക് ഉണ്ടായിരുന്നു. ഏറ്റവും നല്ല പല്ലുകൾ ആരുടെ ാണെന്ന് പറഞ്ഞിട്ട് ആ ഒരു സമയത്തൊക്കെ കുറച്ച് ഫണ്ണായിട്ടുള്ള എന്റർടൈൻഡ് ആയിട്ടുള്ള കുറച്ച് മൊമെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പ്രേക്ഷകർക്ക്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് പല്ലായിട്ട് തിരഞ്ഞെടുത്തത് ജാസ്മിന്റെ തന്നെയായിരുന്നു. അപ്പൊ ഒരു വലിയൊരു ഹാമ്പറൊക്കെ കൊടുത്തുകൊണ്ട് നല്ല തരത്തിൽ ഇത്തരത്തിലുള്ള കുറച്ച് പോസിറ്റീവ് കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഈ ഒരു വീക്കിലെ എപ്പിസോഡുകളൊക്കെ തന്നെ അനലൈസ് ചെയ്യുമ്പം ഇത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് ലഭിക്കുന്നത്. ഒരു ബിഗ് ബോസ് അനലൈസ് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ബിഗ് ബോസിനെ മറ്റൊരു തരത്തിൽ ഗെയിമായിട്ട് കാണുന്നവർക്കോ അധികമായിട്ട് ഒന്നും തന്നെ
അവരെ പിടിച്ചിരുത്തുന്ന തരത്തിലുള്ള ഒരു കാര്യങ്ങളും ആ വീട്ടിലിപ്പോൾ തന്നെ ലഭിക്കുന്നില്ല എന്ന് തന്നെ പറയാം. പല മത്സരാർത്ഥികളും ഇപ്പൊ ഈ ഒരു വീക്കിലൊക്കെ തന്നെ അവരെയൊന്നും സ്ക്രീൻ സ്പേസ് പോലും ലഭിക്കുന്നില്ല. കാരണം കോണ്ടന്റ് മേക്കിംഗ് കിട്ടാത്തത് കൊണ്ടും ഇത്തരത്തിലുള്ള എപ്പിസോഡുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കൊണ്ടും അവർക്കുള്ള സ്ക്രീൻ സ്പേസ് പോലും അവിടെ കുറയാണ്. ഒരു സെക്കൻഡിൽ പോലും അവരുടെ ഒന്നും ഫേസ് ആ സ്ക്രീനിൽ കൂടെ പാസ് ചെയ്ത് പോകുന്നതായിട്ട് പോലും കാണുന്നില്ല. പല മത്സരാർത്ഥികളും മുങ്ങിപ്പോകുന്ന തരത്തിലാണ് ഇപ്പൊ ഈ ഒരു വീക്കിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഫ്രൈഡേ എപ്പിസോഡിനും കൂടെ ശേഷം ഇപ്പൊ വീക്കെൻഡ് എപ്പിസോഡുകൾ വരികയും നോമിനേഷൻ എവിക്ഷൻ പ്രോസസ്സ് നടക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരാഴ്ച ഇപ്പം ആളുകളുടെ എണ്ണമൊക്കെ വെച്ച് ഇനി വരാൻ പോകുന്ന വീക്കിന്റെ എണ്ണമൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് ടാലി ചെയ്ത് നോക്കുമ്പോൾ 2 or 3 പേരൊക്കെ ഈ ഒരു വീക്കിലൊക്കെ പോവേണ്ടിയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഇനിയിപ്പോൾ ആരൊക്കെയാണ് പോകാൻ പോകുന്നത്, ആരൊക്കെയാണ് നിൽക്കാൻ പോകുന്നത്, കാരണം ഈ ഒരു വീക്കിലെ പെർഫോമൻസ് വെച്ചിട്ട് ആരെയും നമുക്ക് അങ്ങനെ ഒരു ഇന്നയാൾ പോകും ഇന്നയാൾ നിൽക്കും എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു വീക്കിൽ പെർഫോമൻസുകൾ ഉണ്ടായിട്ടില്ല. മൊത്തത്തിൽ എന്തായാലും ഇത്തരത്തിൽ ഡ്രൈ ആയിട്ട് തന്നെയാണ് ബിഗ് ബോസ് എപ്പിസോഡുകളൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്.